ആരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ? അള്ളാഹു സുബ്ഹാനഹു വ തആല അത്രയ്ക്കും ഇഷ്ടപ്പെട്ടവരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത്. കാനൂ യുഖ്ഫൂന കറാമാതിഹിം, അവർ ആത്മാർത്ഥമായിട്ട് പടച്ചുറപ്പേ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, കറാമത്തുകളുണ്ട്. ആ കറാമത്തുകളെ അവർ മറച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത്. അവർ അമലുകളെ മറച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ള, അവിടുന്ന് ആദരവോടുകൂടി കൊടുത്തിട്ടുള്ള, അല്ലാഹു തആല ബഹുമാനിച്ചു കൊണ്ട് കൊടുത്തിട്ടുള്ള അവിടുത്തെ കറാമത്തുകളുണ്ടല്ലോ, അവിടുത്തെ മഹത്വങ്ങളുണ്ടല്ലോ, ഈ മഹത്വങ്ങളെ മുഴുവനും അവിടുന്ന് ആദരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്, മറച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് അല്ലാഹുവിൻ്റെ ഔലിയാക്കളെന്ന്. അതാ അവിടുന്ന് മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എൻ്റെ പ്രിയമുള്ളവരെ, എത്രത്തോളമാണെന്നറിയോ? ഒരു പെൺകുട്ടിക്ക് അവിടെ നിന്ന് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ എത്രത്തോളമാണ് ആ പെൺകുട്ടിക്ക് ആ വിഷയത്തിൽ മടിയുള്ളത്, അത് പുറത്ത് കാണിക്കാൻ മടിയുള്ളത്. അതുപോലെ അവിടെ നിന്ന് ലജ്ജയുള്ളവരാണ് അല്ലാഹുവിൻ്റെ ഔലിയാക്കളെന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കാൻ ഒരു പെൺകുട്ടിക്ക് എത്രത്തോളം ലജ്ജയുണ്ടാകും, ആ കുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടുണ്ട് എന്ന് ആ ഒരു സമയത്ത് അത് മറ്റുള്ളവരുടെ പുറത്തേക്ക് അത് അറിയിക്കുന്നതിനെ കുറിച്ച് ആ പെൺകുട്ടിക്ക് എത്രത്തോളം ലജ്ജയുണ്ടാകും. അതുപോലെയാണ് അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ അവരുടെ കറാമത്തുകൾ മറക്കുന്നതെന്ന് ഹബീബായ റസൂലുള്ളാഹ്. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിൻ്റെ മഹത്തുക്കൾ ജീവിതം അങ്ങനെയായിരുന്നു. ഔലിയാക്കളുടെ ജീവിതമെന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു. നമുക്കറിയാമല്ലോ, എല്ലാവരും കേൾക്കുന്ന ചരിത്രമായിരുന്നു മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹുവിൻ്റെത്. മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടാത്ത സ്ഥലങ്ങളില്ല, അതിന് മഹാനെ കുറിച്ചിട്ട് അറിയാത്ത ആളുകളില്ല. മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഉമറേ, പരിശുദ്ധമായ യമനിൽ നിന്നൊരു സംഘം കടന്നു വരുമല്ലോ. ആ യമനിലെ വരുന്ന സംഘത്തിൽ ഒരു ഉവൈസുണ്ട്, ഉവൈസുൽ ഖർനിയുണ്ട്. ആ മഹാനോട് നിങ്ങൾ ദുആ ചെയ്യിപ്പിക്കണേ. നിങ്ങൾ ദുആ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ മഹത്വം തരുന്നതാണ്, ആ ദുആക്ക് ഇജാബത്ത് നൽകുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. പാപങ്ങൾ പൊറുക്കലിനെ തേടിക്കോളൂ. ചെയ്ത തെറ്റുകൾ, അവിടുന്ന് കണ്ട തെറ്റുകൾ, അവിടുന്ന് ഹൃദയം കൊണ്ട് ചിന്തിച്ചു പോയ തെറ്റുകൾ, ഇതെല്ലാം അല്ലാഹുവിനോട് ഏറ്റുപറയാൻ മനസ്സ് കാണിച്ചോ? ഉവൈസുൽ ഖർനിയോട് ദുആ ചെയ്യാൻ പറഞ്ഞോ? ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹുവിന് അവിടുന്ന് വെള്ളപ്പാടുണ്ടായിരുന്നു, ശരീരം മൊത്തം വെള്ളപ്പാടുണ്ടായിരുന്നു. റസൂലുള്ളാഹി അടയാളം പറഞ്ഞു കൊടുത്തു. ഒരു ദിർഹം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ദിർഹം എത്രത്തോളം വട്ടമുണ്ടാകും, ആ ഒരു വട്ടത്തിന്റെ അത്രയ്ക്ക് ശരീരത്തിന്റെ ഒരു ഭാഗത്ത് വെള്ളപ്പാണ്ട് നിലനിൽക്കുന്നുണ്ട്. അങ്ങനത്തെ ആളാണ് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. മഹാനെ കുറിച്ചിട്ട് അവിടുന്ന് പഠിപ്പിക്കുകയാണ്. താബിഈങ്ങളിൽപ്പെട്ട മഹാനാണ്. എൻ്റെ പ്രിയമുള്ളവരെ, താബിഈങ്ങളിൽപ്പെട്ട മഹാനാണ്. അതാ അവിടുന്ന് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ വല്ലാതെ സ്നേഹിച്ചു പോയ അല്ലാഹുവിൻ്റെ മഹത്തുക്കളിൽപ്പെട്ട മഹാനാണല്ലോ. ഉമ്മയോട് വല്ലാത്ത സ്നേഹമായിരുന്നല്ലോ. അതാ ഉമ്മയെ പരിചരിക്കുന്നതിൻ്റെ കാരണത്താൽ അല്ലാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരാൻ അവിടുന്ന് സാധിക്കാത്ത മഹാനാണ് ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു. ഉമ്മയോട് വല്ലാത്ത സ്നേഹമായിരുന്നു. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വല്ലാത്ത സ്നേഹമായിരുന്നു. ഉമ്മയെ പരിചരിക്കാൻ വേണ്ടി അവിടെ നിന്നത് കാരണത്താൽ മുത്തുനബിയുടെ മുമ്പിലേക്ക് വരാൻ സാധിച്ചില്ല. അങ്ങനെ ആ സ്വഹാബി എന്ന് പറയുന്നൊരു പട്ടുണ്ടല്ലോ, ആ പട്ടം നഷ്ടപ്പെട്ടു പോയ മഹാനാണ്.
എൻ്റെ പ്രിയമുള്ളവരെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തതുപോലെ അവിടെ നിന്ന് മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടുപിടിക്കുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ എങ്ങനെയാണോ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ആ അടയാളങ്ങളെല്ലാം വെച്ചിട്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടുപിടിച്ചു. എന്നിട്ടോ അവിടെ നിന്ന് എൻ്റെ പ്രിയമുള്ളവരെ ആ അടയാളം വെച്ച് കണ്ടുപിടിച്ചു. അതാ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ല എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ദുആക്ക് ഇജാബത്തുള്ളവരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വെള്ളപ്പാണ്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അവിടുന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് അള്ളാഹു തആല മാറ്റി കൊടുത്താണ് വെള്ളപ്പാണ്ട്. മനസ്സിലായോ? നമ്മൾ പറയും വെള്ളപ്പാണ്ട് അസുഖം മാറൂല എന്നൊക്കെ നമ്മൾ പറയലുണ്ട് അല്ലേ? എന്ന മഹാന്റെ ആ വെള്ളപ്പാണ്ടിന്റെ അസുഖം അള്ളാഹു തആല തന്നെയാണ് മാറ്റി കൊടുത്തത്. അള്ളാഹു നമുക്ക് നന്മ നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അതാ മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടപ്പോൾ അവിടെ നിന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനവറുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അതാ യമനിന്റെ തീരത്ത് നിന്ന് കടന്നു വന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ അവര് വരെ അത്ഭുതപ്പെട്ടു പോയി, അവര് വരെ തരിച്ചു പോയിട്ടുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഉവൈസ് ഇത്രത്തോളം വലിയ മഹാനായിരുന്നോ എന്ന് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അത് അവിടുന്ന് മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് അല്ലാഹുവേ അവർക്ക് അത്ഭുതപ്പെട്ടു പോവുകയാണ്. എല്ലാ ആളുകളും അതാ അവിടുന്ന് ഒരുമിച്ച് കൂടുകയാണ്. എന്തിനാണെന്നറിയോ? റസൂലുള്ള ദുആ ചെയ്യിപ്പിക്കാൻ പറഞ്ഞതല്ലേ? റസൂലുള്ള അവിടുന്ന് ദുആ ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് ദുആ ചെയ്യിപ്പിക്കണല്ലോ എന്ന് വിചാരിച്ച് ജനങ്ങളെല്ലാവരും അവിടേക്ക് ഒരുമിച്ച് കൂടുക. അങ്ങനെ ഓടിക്കൂടിയ സമയത്താണ് എൻ്റെ പ്രിയമുള്ളവരെ മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു ആ ജനങ്ങൾക്കിടയിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അവിടെ നിന്ന് ഓടുകയാണ്, ജനങ്ങളിൽ നിന്ന് മറയുകയാണെന്ന് എൻ്റെ പ്രിയമുള്ളവരെ നമ്മെ ചരിത്രം പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയ മഹാനായ തൃപ്പനച്ചി ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനായ വലിയുള്ളാഹ് പടച്ചുറപ്പെ അവിടുന്ന് ജനങ്ങളിൽ നിന്ന് അകന്ന് കൊണ്ട് താമസിക്കാൻ ആഗ്രഹിച്ചവരാണ്. ജനങ്ങളിൽ നിന്ന് എത്രയോ മാറി നിൽക്കാൻ അവിടുന്ന് ആഗ്രഹിച്ചവരാണ്. ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതമാണത്. മഹാനായ തൃപ്പനച്ചി ഉസ്താദിന്റെ ജീവിതമാണ് നമ്മൾ പറഞ്ഞത്. അള്ളാഹു നമുക്ക് നന്മ നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ചിട്ട് അവിടെ നിന്ന് പറയുകയാണ്, ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദ ദഖിയൽ ഗനിയൽ ഖഫിയ. സമ്പത്തുള്ളവർ അവരുടെ സമ്പത്ത് അവർ സ്വതക്ക ചെയ്യുന്നത് ആരും തന്നെ അറിയൂല. എൻ്റെ പ്രിയമുള്ളവരെ, അവർ ഇബാദത്ത് ചെയ്യുന്നത് ഒരാളും തന്നെ അറിയൂല, രഹസ്യമായിരിക്കും. പടച്ച റബ്ബിനോട് വല്ലാത്ത സ്നേഹമായിരിക്കും. ആ സ്നേഹത്തെ കുറിച്ച് ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ഒരാൾക്കും തന്നെ പറയാൻ കഴിയില്ലെന്ന് അതാ അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാൻ. ഇതാണ് അള്ളാന്റെ ഔലിയാക്കൾ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഔലിയാക്കളുടെ മക്ബറൊക്കെ മാറ്റി പൊളിക്കുന്ന ഒരു ദൃശ്യം അല്ലേ? ഔലിയാക്കളുടെ മക്ബറ പൊളിക്കുന്ന ദൃശ്യം. അതിൽ മറ്റെന്തെങ്കിലും സമൂഹപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുക, അങ്ങനെ തീർക്കുക എന്നല്ലാതെ ഔലിയാക്കളുടെ രീതി, ഔലിയാക്കളുടെ മക്ബറകളും ഔലിയാക്കളുടെ ശിആറുകളും നഷ്ടപ്പെടുത്തുന്നത് എത്ര വലിയ തെറ്റാണ്.
അല്ലേ? എത്ര വലിയ വിപത്താണത്. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ പ്രശ്നങ്ങൾ വലുതാകുകയെന്നല്ലാതെ അതുകൊണ്ട് നമുക്ക് തന്നെ ഒന്നും തന്നെ നേടാൻ കഴിയില്ലല്ലോ. ഈ ദുനിയാവിൽ അല്ലാഹു വിപത്തുകൾ ഇറക്കുമല്ലോ, അല്ലാഹു തആല അദാബുകൾ ഇറക്കുമല്ലോ, ശിക്ഷ ഇറക്കുമല്ലോ. പടച്ച തമ്പുരാനേ, അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ അല്ലാ. അതുകൊണ്ട് ഔലിയാക്കളോടുള്ള സ്നേഹം ഹൃദയത്തിൽ വെക്കണം, മഹാന്മാരോടുള്ള ബന്ധങ്ങൾ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ.